വാർത്തകളിലേക്ക് നോക്കാം. ടോപ്പ് ഹെഡ്ലൈൻസ്. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാർ നടപടിയിൽ ഇടഞ്ഞ് CPI. മുന്നണി മര്യാദയുടെ ലംഘനമെന്ന് CPI. നിർണായക CPI സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത്. നിലപാട് വിശദീകരിക്കാൻ ബിനോയ് വിശ്വത്തിന്റെ വാർത്താ സമ്മേളനം 5 മണിക്ക്. വിഷയം ഇടതുമുന്നണി ചർച്ച ചെയ്യുമെന്ന് ആവർത്തിച്ച കൺവീനർ TP രാമകൃഷ്ണൻ. പദ്ധതിയിൽ ഒപ്പുവെച്ചത് സർക്കാരിന്റെ ഏകപക്ഷീയ തീരുമാനമെന്ന് പ്രതിപക്ഷം. ഇത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒത്തുചേരലിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനം. രണ്ടാമത്തെ സുപ്രധാനമായ ഘടകകക്ഷിയായ CPI-യേക്കാൾ വലുതാണ് CPM-ന് കേന്ദ്രം ഭരിക്കുന്ന BJP എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ തീരുമാനം. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ നിർണായക കണ്ടെത്തൽ. സ്മാർട്ട് ക്രിയേഷൻസ് മടക്കി നൽകിയ 476 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റു. ബെല്ലാരി സ്വദേശിക്ക് വിറ്റ സ്വർണം കണ്ടെത്താൻ നടപടി തുടങ്ങിയ അന്വേഷണ സംഘം. തെളിവെടുപ്പിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി SIT ബംഗളൂരുവിലേക്ക് പോയി. റിമാൻഡിലുള്ള മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങും. അനേക ലക്ഷം ഭക്തരുടെ വിശ്വാസത്തെ മുരാരി ബാബു കളങ്കപ്പെടുത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ആനക്കൊമ്പ് കേസിൽ നടൻ മോഹൻലാലിനും സംസ്ഥാന സർക്കാരിനും തിരിച്ചടി. മോഹൻലാലിന് ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം നൽകിയത് ഹൈക്കോടതി റദ്ദാക്കി. വനം വകുപ്പിന്റെ തീരുമാനം നിയമപരമായി നിലനിൽക്കില്ലെന്ന് കോടതി. പുതിയ വിജ്ഞാപനമിറക്കാൻ സർക്കാരിന് നിർദ്ദേശം. ഹൈദരാബാദിലെ കർണൂലിൽ AC വോൾവോ ബസ്സിന് തീപിടിച്ച് 20 പേർ മരിച്ചു. 20ഓളം പേർ ബസ്സിന്റെ ജനലിലൂടെ ചാടി രക്ഷപ്പെട്ടു. ബസ് പൂർണ്ണമായി കത്തി നശിച്ചു. തീപിടിച്ചത് ഇരുചക്രവാഹനം ബസ്സിന്റെ ഇന്ധന ടാങ്കിൽ ഇടിച്ചതോടെ എന്ന സംശയം. അപകടമുണ്ടായത് പുലർച്ചെ. പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ച കേന്ദ്രം. ചീഫ് ജസ്റ്റിസ് BR ഗവായി വിരമിക്കുന്നത് നവംബർ 23-ന്. പിൻഗാമിയെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്രം കത്ത് നൽകി. സുപ്രീം കോടതി ജസ്റ്റിസ് സൂര്യകാന്തിന് സാധ്യത.